بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون. تلك آيات الله نتلوها عليك بالحق فبأي حديث بعد الله وآياته يؤمنون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1736 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തു ജാസിയയുടെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. إن في السماوات والأرض لآيات للمؤمنين وفي خلقكم وما يبث من دابة آيات لقوم يوقنون واختلاف الليل والنهار وما أنزل الله من السماء من رزق فأحيا به الأرض بعد موتها وتصريف الرياح آيات لقوم يعقلون تلك آيات الله نتلوها عليك بالحق فبأي حديث بعد الله وآياته يؤمنون. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ തുടക്കത്തിലെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. 37 ആയത്തുകൾ അടങ്ങിയ ഒരു സൂറത്താണിത്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിക്കുകയുണ്ടായത് എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. 37 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ജാസിയ. ഈ സൂറത്തിലെ 28-ാമത്തെ ആയത്തില് വതറ കുല്ല ഉമ്മത്തിൻ ജാസിയത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കാണാം. വതറ കുല്ല ഉമ്മത്തിൻ ജാസിയത്തൻ എന്നതാണ് ആ ആയത്തിന്റെ തുടക്കം. ആ പ്രയോഗത്തിൽ നിന്ന് ഈ ആയത്തിലെ 28-ാമത്തെ ആയത്തിലെ ജാസിയ എന്ന ഒരു പദം അതിൽ വരുന്നു എന്നതിൽ നിന്നാണ് ഈ സൂറത്തിന് അൽ ജാസിയ എന്ന പേര് വന്നിട്ടുള്ളത്. ജസ എന്ന അറബി വാക്കിൽ നിന്നാണ് ഈ ജാസിയ എന്ന പദം വരുന്നത്. ജസ എന്ന ക്രിയാരൂപം, അതിന്റെ യജുസു എന്നാണ് അതിന്റെ മുദാരി രൂപം ഉള്ളത്. ജസ യജുസു, അങ്ങനെ അത് ചെയ്യുന്ന ആളാണ് ജാസി, അല്ലെങ്കിൽ അതിന്റെ ഫെമിനിൻ ഫോമാണ് ജാസിയത്ത്. ഇവിടെ ഉമ്മത്തിനെ പരാമർശിച്ചുകൊണ്ട് അതിന്റെ ഒരു ആട്രിബ്യൂട്ടായിട്ട്, ഒരു
വിശേഷണമായിട്ടാണ് ജാസിയത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ജാസിയത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് മുട്ടുകുത്തി വീണ ആള്, ഒരു സ്ത്രീ എന്നാണ് ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം. മുട്ടുകുത്തി വീണവൾ എന്ന്. ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ ഉമ്മത്തിന്റെ ഒരു വിശേഷണം, ഉമ്മത്ത് എന്നത് ഫെമിനിൻ ആയതുകൊണ്ട്, മുഅന്നസ് ആയതുകൊണ്ട് അതേ രൂപമാണ് അതിനുള്ള വിശേഷണം ഉപയോഗിക്കുക എന്ന നിലക്കാണ് ജാസിയത്ത് എന്ന ഫെമിനിൻ ഫോം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ ആയത്തിൽ. അപ്പോ കാൽമുട്ടുകളിലായിട്ട് വീണ് കിടക്കുന്ന ഒരു സംഗതിക്കാണ് ജാസിയത്ത് എന്ന് പറയുന്നത്. ഒരാള് രണ്ട് കാൽമുട്ടുകൾ നിലത്ത് കുത്തിയിട്ട് മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥ, അതാണ് ആ പദം സൂചിപ്പിക്കുന്നത്. അത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാ സമൂഹങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ വിധേയപ്പെട്ടുകൊണ്ട് വിനയാന്വിതരായി കീഴ്പ്പെട്ട് അവന്റെ മുന്നിൽ വീഴുന്ന, അവന്റെ മുന്നിൽ പത്തി മടക്കി നിൽക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. യൗമുൽ ഖിയാമയിൽ ഓരോ ഉമ്മത്തും ഓരോ സമൂഹവും ജാസിയത്തായിരിക്കും. ജാസിയത്തുൻ അലാ റക്ബിഹ മിൻ ഷിഖ്ഖിൽ ഇന്തിലാർ എന്നൊക്കെയാണ് അത് സംബന്ധമായിട്ട് വിവരണങ്ങളിൽ കാണാൻ സാധിക്കുക. ആ വിചാരണയുടെ ആ രംഗത്ത് അതിന്റെ കാത്തിരിപ്പും അതിന്റെ തീക്ഷ്ണമായ പ്രയാസങ്ങളൊക്കെ കാരണമായിട്ടുള്ള അങ്ങനെ മുട്ടുകുത്തി വീണ് കിടക്കുന്ന അവസ്ഥ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം. നമുക്ക് അതിന്റെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ ആയത്തില് ഈ പദത്തിന്റെ പ്രസക്തിയും അതിന്റെ അർത്ഥസൂചനകളും ഒക്കെ ആ ആയത്തെത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇപ്പോ ഈ സൂറത്തിനെ കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഈ സൂറത്തിന്റെ പേര് അൽ ജാസിയ എന്നാണ്. ഇതില് 37 ആയത്തുകളാണുള്ളത്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് എന്നതാണ് പൊതുവെ ഇത് സംബന്ധമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന, അതിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. ഇതിലെ 28ാമത്തെ ആയത്തിലെ ജാസിയ എന്ന പ്രയോഗത്തിൽ നിന്നാണ് ഈ സൂറത്തിന് അങ്ങനെ ഒരു പേര് വരുന്നത്, അൽ ജാസിയ എന്നത്. അതിലും നമ്മളിവിടെ ഈ 28ാമത്തെ ആയത്തിൽ ജാസിയ എന്ന വാക്കിനോടൊപ്പം അലിഫ്ലാം ഒന്നുമില്ല. പക്ഷെ സൂറത്തിന്റെ പേരായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അലിഫ്ലാം ചേർത്തുകൊണ്ടാണ് ഉപയോഗത്തിലുള്ളത്. ഇങ്ങനെ അല്ലാതെയും ഖുർആനില് ഈ സൂറത്തുകൾക്ക് നാമകരണം ഉണ്ടായിട്ടുണ്ട്. അലിഫ്ലാം ചേർക്കാതെ അതുപോലെ ചേർത്തുകൊണ്ടും ഒക്കെയുള്ള രീതികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അവതരണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖുർആൻ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് സൂറത്തു ദുഖാനിന്റെ അവതരണത്തിന്റെ തൊട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തും അവതരിക്കുകയുണ്ടായത് എന്നാണ്. ഇത് ഒരു ട്വിൻ സൂറാസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ രണ്ട് ഇരട്ടകളായിട്ട്, ട്വിൻസ് ആയിട്ട് ആണ് മനസ്സിലാക്കപ്പെടുന്നത്. കാരണം ആശയപരമായി അത്രയും പരസ്പരം ചേർന്ന് കിടക്കുന്ന, സാദൃശ്യമുള്ള, വളരെയേറെ പൊരുത്തപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് രണ്ട് സൂറത്തുകളിലുമായിട്ടുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം, അതിന്റെ അടിസ്ഥാന ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന, അതിനോട് ശക്തമായ എതിർപ്പും അതുപോലെ തന്നെ പ്രതിഷേധവുമൊക്കെ, ആശയം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ അതിനെ നിഷേധിക്കുന്ന നിലപാടൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മക്കയിലെ ആളുകൾ നിലക്കൊണ്ട ആ ഒരു സന്ദർഭത്തിലാണ് രണ്ട് സൂറത്തുകളുടെയും അവതരണം. അതിൽ ആദ്യം സൂറത്തുൽ ദുഖാനും അതിനെ തുടർന്ന് സൂറത്തുൽ ജാസിയയുമാണ് അവതരിക്കുകയുണ്ടായത് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. ഇതല്ലാതെ എന്തെങ്കിലും കൃത്യമായി ഈ സൂറത്തിന്റെ അവതരണം എപ്പോൾ എന്നത് വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ചരിത്ര രേഖകളൊന്നും
ലഭ്യമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതില് പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം മുഖ്യമായിട്ട് രണ്ട് തലങ്ങളിലാണ്, അല്ലെങ്കിൽ രണ്ട് സ്വഭാവമുള്ളവയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസവും അതുപോലെ പാരത്രിക ജീവിതത്തിൽ മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ജീവിതത്തിലുള്ള വിശ്വാസവും. ഈ ആശയങ്ങളെ കുറിച്ച് സത്യനിഷേധികളായ മക്കയിലെ ആളുകൾ ഉന്നയിച്ച സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാലമാണല്ലോ അത്. അതിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള മറുപടി ആണ് ഈ സൂറത്തിന്റെ മുഖ്യമായ ഒരു ഊന്നൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം അതുപോലെ പാരത്രിക ജീവിതം, ഈ രണ്ട് സംഗതികളും അടിസ്ഥാനമായിക്കൊണ്ട് തന്നെയുള്ള വിശ്വാസം അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവരത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതിനെതിരിലുള്ള പല ന്യായങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്കും അതുപോലെ സംശയങ്ങൾക്കും ഒക്കെയുള്ള പ്രതികരണമായിട്ടാണ് ഈ സൂറത്തിലെ ഒട്ടേറെ ആയത്തുകൾ എന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഏകത്വത്തിന് അതുപോലെ മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്, അവിടെയാണ് മനുഷ്യന്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ അന്തിമമായി തീരുമാനിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരിൽ അവർ ഉന്നയിച്ച പല ന്യായങ്ങളും അതുപോലെ അവരുടെ സന്ദേഹങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതിന് മറുപടിയായിട്ട് ഈ ദൈവിക സൃഷ്ടിപ്പിന്റെ തന്നെ വിവിധ തലങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തെളിവുകളായി ഉന്നയിച്ചുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾക്കുള്ള പ്രതികരണം അല്ലെങ്കിൽ മറുപടി നൽകുകയാണ് ഈ സൂറത്തില്. അതാണ് ഈ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തലം. മറ്റൊന്ന്, ഈ നിഷേധികളായ ആളുകൾ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളോടും അതിന്റെ സന്ദേശത്തോടും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെ വിമർശന വിധേയമാക്കുകയും ആ നിലപാട് വെച്ച് പുലർത്തുന്ന ആളുകളെ താക്കീത് ചെയ്യുകയാണ് ഈ സൂറത്ത്. ഒരു ഭാഗത്ത് ഈ നിഷേധികളുടെയും മുശ്രിക്കുകളുടെയും ഒക്കെ ചോദ്യങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെയുള്ള യുക്തി തലത്തിലും ബുദ്ധിപരമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലൊക്കെയുള്ള മറുപടിയാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, അവര് സ്വീകരിച്ചു പോരുന്ന പിന്തുടർന്നു പോരുന്ന നിലപാടിനെ വിമർശിക്കുകയും അതിനെതിരിൽ ദൈവികമായ താക്കീത് നൽകുകയും ചെയ്യുകയാണ് ഈ സൂറത്തിൽ എന്നത് കാണാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ ഊന്നലായിട്ട് നമുക്ക് അനുഭവപ്പെടുക ഈ സൂറത്ത് സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ. തൗഹീദിനുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള തെളിവുകൾ ആണ് ഈ സൂറത്തിന്റെ തുടക്ക ഭാഗത്ത് വളരെ വിശദമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത്. അത് രണ്ട് തലത്തിലാണ്. രണ്ട്, മനുഷ്യന്റെ അസ്തിത്വം, മനുഷ്യാസ്തിത്വവും അതുപോലെ ഈ പ്രപഞ്ചവും, നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പ്രപഞ്ചവും, അതിലെ പല പ്രതിഭാസങ്ങളും പ്രത്യേകമായി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഏകത്വം ഈ സൂറത്തിൽ സ്ഥാപിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അള്ളാഹു എന്നൊരു അസ്തിത്വം ഒരു ഏകനായ സ്രഷ്ടാവും നിയന്ത്രകനുമൊക്കെയായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ മനുഷ്യന്റെ അസ്തിത്വം ഈ വിധത്തിലാവുകയില്ല. അതേപോലെ തന്നെ ഈ പ്രപഞ്ചവും ഈ വിധത്തിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയില്ല എന്ന കാര്യമാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തൗഹീദിന്റെ അടിത്തറയായി, തൗഹീദ് യുക്തിപരമായി ബുദ്ധിപരമായി ഉൾക്കൊള്ളുന്നതിന് അടിത്തറയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എല്ലാറ്റിന്റെയും എല്ലാ പ്രതിഭാസങ്ങളുടെയും പുറകില് എന്തിനും കഴിവുള്ള ഒരു ആസൂത്രകൻ ഉണ്ട് എന്ന ഒരു അടിസ്ഥാന സത്യം
ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ആയത്തുകളിലൂടെ നിർവഹിക്കപ്പെടുന്ന കാര്യം എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇത് ഒരുപാട് സങ്കീർണമായ ദിവ്യത്വത്തിന്റെ തലങ്ങളോ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ദിവ്യത്വ സങ്കല്പമോ ആണ് ഉള്ളതെങ്കിൽ ഒരിക്കലും തന്നെ നമ്മളിപ്പോ അനുഭവിക്കുന്ന വിധത്തിലുള്ള ഈ ഹാർമണി, ഈ സമഗ്രതയും ഈ സ്വരച്ചേർച്ചയും പ്രപഞ്ചത്തിലെ കാര്യങ്ങളിൽ ഉണ്ടാവുകയില്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ, മനുഷ്യാസ്തിത്വം തന്നെ പരിശോധിച്ചാൽ അത് വളരെ സമഗ്രമായ, വളരെ ഹാർമോണിയസ് ആയ, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അസംബ്ലേജ് ആണ് എന്ന് കാണാൻ കഴിയും. അത് ഒരുപാട് ശക്തികൾക്ക് മനുഷ്യ സൃഷ്ടിപ്പിൽ പങ്കുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിൻ്റെതായാലും പ്രകൃതത്തിൻ്റെതായാലും മനസ്സിൻ്റെതായാലും ഇതൊന്നും തന്നെ എല്ലാ ആസ്പെക്ട്സും ഒരുപോലെ സമഗ്രമായി വളരെ ഹാർമോണിയസ് ആയിട്ട് സ്വരച്ചേർച്ചയോടുകൂടി പ്രവർത്തനക്ഷമമാവുകയില്ല. വിധേയത്വം പലരോടുമായിരിക്കും. അപ്പോ ഒരു മനുഷ്യ ശരീരം തന്നെ, അല്ലെ മനുഷ്യന്റെ അസ്തിത്വം തന്നെ, മനുഷ്യാസ്തിത്വം തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള വളരെ കൃത്യമായ ഒരു പിൻബലമായ തെളിവാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന, അല്ലെങ്കിൽ ഇവിടെ കാണിക്കപ്പെടുന്ന ഒരു കാര്യം. മനുഷ്യനൊരിക്കലും തന്നെ മനുഷ്യന്റെ ശരീരവും മനസ്സും പ്രകൃതവും സ്വഭാവവും ഒക്കെ അടങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട്. മനുഷ്യാസ്തിത്വം അത് വളരെ സ്വരച്ചേർച്ചയോട് കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനോട് യോജിച്ചുകൊണ്ട് ഒന്നിന് ട്രിബ്യൂട്ടറി ആയി, കോംപ്ലിമെന്ററി ആയിട്ടാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പലരിലൂടെയുമാണ് അത് നിലവിൽ വന്നതെങ്കിൽ പലരും മനുഷ്യന്റെ അസ്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കാളികളാണ് എങ്കിൽ ഒരിക്കലും ഈ സമഗ്രതയും സ്വരച്ചേർച്ചയും അവന്റെ അസ്തിത്വത്തിൽ കാണാൻ സാധിക്കില്ല. ഇതേ ഒരു സംഗതി പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് വിലയിരുത്താൻ കഴിയും. അത് പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ നമ്മൾ കാണുന്ന സകല പ്രതിഭാസങ്ങളും തമ്മിൽ ഈ ഒരു ഹാർമണി, ഈ പരസ്പരം ചേർന്ന് നിൽക്കുന്ന, പരസ്പരം കൈകോർത്തുകൊണ്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു രീതി. ഇപ്പൊ മഴ വർഷിക്കുന്നുണ്ട്, ആ മഴ മണ്ണിലെ പലതിനും പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോ മഴയും മണ്ണും മണ്ണിൽ മുളച്ചു പൊങ്ങുന്ന സംഗതികളൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു ഹാർമോണിയസ് ബോണ്ടിങ് നടന്നിട്ടുണ്ട്. അത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളും. അത് തമ്മില് ഒന്നിന് ട്രിബ്യൂട്ടറി ആവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആകുന്ന വിധത്തിലുള്ള ഒരു ബോണ്ടിങ് പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളുമായിട്ട് കാണാൻ കഴിയും. അത് വലിയ ഗോളങ്ങളുടെ കാര്യത്തിലായാലും ഭൂതലത്തിലെ ചെറിയ ചെറിയ സംഗതികളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പ്രതിഭാസങ്ങളിലായാലും ഈ വളരെ വിസ്മയകരമായ ഒരു സമഗ്രതയും ഒരു ഐക്യപ്പെടലും ഒരു കൈകോർക്കലും ഒക്കെ സാധിക്കുന്നത് തന്നെ ഈ സംവിധാനങ്ങൾക്കൊക്കെ ഒരു ഏകനായ ആസൂത്രകനുണ്ട് എന്ന ഒരു കാര്യമാണ്. ആ കാര്യം അത് കാരണമായിട്ട് മാത്രമാണ് ഈ സംവിധാനങ്ങൾ ഇത്രയും സമഗ്രതയോടുകൂടി ഫങ്ഷൻ ചെയ്യുന്നത് എന്നതാണ് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്ന ധാരാളം സംഗതികൾ ഈ പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. മനുഷ്യൻ ഭക്ഷ്യ ആവശ്യത്തിന്, ജീവിത ആവശ്യങ്ങൾക്ക്, അവന്റെ ജീവിതത്തിൽ കംഫർട്ട് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള, അവന്റെ ജീവിതം സുഖപ്രദമാക്കി മാറ്റുന്ന വിധത്തിലുള്ള പല സംഗതികളും അവൻ ഭൂമിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോഴും മനുഷ്യന്റെ ആലോചന എത്താത്തൊരു വിഷയം, ഇതൊക്കെ താനെവിടെ അങ്ങ് ആകസ്മികമായി ഉണ്ടായി പോയതാണോ? അതല്ല, മനുഷ്യൻ എന്നൊരു പ്രതിഭാസം ഇവിടെ ഒരു ധർമ്മം നിർവഹിച്ച് കഴിയേണ്ടതുണ്ട് എന്നതിനാൽ അവന് വേണ്ടി ഇവിടെ ഒരുക്കപ്പെട്ടതാണോ എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. അള്ളാഹുവിന്റെ ഏകത്വത്തെ ദർശിക്കാൻ നമുക്ക് കഴിയുന്നത്
അപ്പൊ നമ്മളൊരു പഴവർഗം ഒരു വൃക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ഒരു പഴം പറിച്ചെടുത്ത് ഭക്ഷിക്കുമ്പോൾ ആ പ്രോസസ്സ് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അത് പറിക്കാൻ പറ്റുന്നു എന്നത് ഒരു സംഗതിയാണ്. അതിലേക്ക് മനുഷ്യൻ ആകൃഷ്ടരാകുന്നു. അത് മനുഷ്യന് വായിലിട്ട് ചവച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രകൃതമോ ഒക്കെ ഉള്ളതാണ്. അത് രുചി നൽകുന്നു, അത് ആരോഗ്യപ്രദമാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇത് യാദൃച്ഛികമായിട്ട് ഉണ്ടായതാണ് എന്ന് സങ്കല്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മൂഢമായ ഒരു കാര്യം. അങ്ങനെ അല്ലാത്ത ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഒരു നേന്ത്രപ്പഴം ഉദാഹരണത്തിന് എടുത്താൽ മനുഷ്യന് വളരെ ഹെൽത്തി ആൻഡ് ന്യൂട്രിയന്റ് ആയി ഫങ്ഷൻ ചെയ്യുന്ന ഒരു പഴമാണത്. അത് മനുഷ്യന് വായിലിട്ട് ചവയ്ക്കാൻ പറ്റുന്നുണ്ട്, രുചി അറിഞ്ഞ് അത് കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെയല്ലല്ലോ ഒരു പറ കഷ്ണം, ഇതുപോലെയല്ല ഒരു കരിങ്കല്ലിന്റെ കഷ്ണം, വ്യത്യസ്തമാണ്. അപ്പോ മനുഷ്യന് കഴിക്കാൻ ആഹരിക്കാൻ പറ്റുന്ന സ്വഭാവ ഗുണങ്ങളോടുകൂടി രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്ന പഴവർഗ്ഗങ്ങളും അങ്ങനെ മനുഷ്യന് ആഹരിക്കാൻ പറ്റാത്തതായ ഒരുപാട് സംഗതികളും നമ്മളിവിടെ കാണുമ്പോൾ മനുഷ്യന് ആഹരിക്കാൻ പറ്റുന്ന വിധത്തില് ഈ പഴവർഗ്ഗങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടത് നമ്മുടെ ശ്രദ്ധ അതിൽ പതിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുന്നത് ഇത് നമുക്ക് വേണ്ടി തന്നെ പ്രത്യേകമായി ഒരുക്കപ്പെട്ടതല്ലേ, എന്തുകൊണ്ട് ഇത് അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോ ഇത് യാദൃച്ഛികമായിട്ട് എല്ലാം ചേർന്ന് വന്ന് അങ്ങനെ ആയതാണ്, അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു വളരെ ബൃഹത്തായ ഒരു സ്കെയിലിൽ തന്നെ നമ്മൾ ഈ യാദൃച്ഛികത എല്ലാറ്റിലും കാണേണ്ടി വരികയാണ്. എല്ലാ പഴവർഗ്ഗങ്ങളും ഇങ്ങനെ മനുഷ്യന് എഡിബിളായ വിധത്തില് വളരെ ഉപയോഗപ്രദമായ വളരെ സ്വാദുള്ള രുചികരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട് അങ്ങനെ നമ്മൾ കാണുന്നത് ഇതൊക്കെ യാദൃച്ഛികതയാണ് എന്ന് സങ്കല്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശപൂർവ്വം നമ്മളുടെ ചിന്തയെ പ്രവർത്തനരഹിതമാക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്നത്. ഇവിടെ അങ്ങനെയല്ല. മനുഷ്യന് അവന്റെ ചുറ്റുപാടുമായിട്ട് അവന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഭക്ഷ്യാവശ്യം മാത്രമല്ല ഒരുപാട് ആവശ്യങ്ങളുണ്ട് മനുഷ്യന്. ഇതിനൊക്കെ പറ്റുന്ന വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചത് നമ്മൾ കാണുകയാണ്. ഇവിടെ ചെടികളിലും വൃക്ഷങ്ങളിലും ഒക്കെ ആയിട്ടുണ്ടാവുന്ന സംഗതികൾ, അതുപോലെ പ്രകൃതിയുടെ പല സംഗതികളും, ഉദാഹരണത്തിന് നാച്ചുറൽ റിസോഴ്സസ് എന്ന് നമ്മൾ പറയുന്ന ലോഹങ്ങള്, അതുപോലെ മണ്ണില് നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്ന പല സംഗതികൾ, അതുപോലെ പാറക്കല്ലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ നമുക്ക് പല രീതിയിലും ലഭ്യമാവുന്നുണ്ട്. ഇതിനൊക്കെ മനുഷ്യന് പ്രയോജനം ഉണ്ട്. ഈ പ്രയോജനം കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തുന്ന പ്രക്രിയയിലൂടെയാണ് മനുഷ്യൻ ഒരു നാഗരികമായ വളർച്ച നേടുന്നത് എന്നത് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ മുന്നേറ്റം പിന്നിട്ട കാലങ്ങളിലും മനുഷ്യൻ പിന്നിട്ട സഹസ്രാബ്ദങ്ങളിലൂടെ നമ്മൾ കടന്നു എത്തിയപ്പോൾ നാഗരികമായ വലിയ മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ ഈ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് എന്നതാണ് വസ്തുത. അപ്പൊ ഇത് യാദൃച്ഛികമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നതാണ്, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് എന്ന് സങ്കല്പിക്കുന്നത് വളരെ ഫൂളിഷായ, വളരെ ബുദ്ധിരഹിതമായ ഒരു സംഗതിയാണ്. മറിച്ച് അത് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ്, നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്ന് പടച്ച തമ്പുരാൻ വെളിപ്പെടുത്തുമ്പോൾ അതാണ് സത്യം എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. കാരണം അത്രയും സ്വാഭാവികത ഈ സംഗതികൾക്കൊക്കെ നമ്മൾ കാണുക. അപ്പോ ഇത് താനെ ഉണ്ടായതാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ മനുഷ്യന് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. മനുഷ്യൻ എന്ന ഒരു അസ്തിത്വത്തെ റെക്കൺ ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള പല സംഗതികളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ
ഇതാണ് ഈ തൗഹീദിനെയും അതുപോലെ ആഖിറത്തിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുൻനിർത്തിക്കൊണ്ട് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന മുഖ്യമായ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം. ഇതിനു പുറമെ മക്കയിലെ നിഷേധികളായ ആളുകൾ സ്വീകരിച്ച അവരുടെ ആ നിലപാടിന്റെ ഒരു അതിന്റെ ശരിതെറ്റുകളെ വിലയിരുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ ഈ സൂറത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവിക ദർശനം അവർക്ക് അസ്വീകാര്യമാവുന്നത്? അത് ബുദ്ധിപരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത വല്ല സംഗതിയുമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതുകൊണ്ടാണോ? അതല്ല, അവരുടെ ഈ നിഷേധത്തിന്റെ രീതിയിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ അഹന്തയും ധിക്കാരവും പരിഹാസവും അതുപോലെ അവരുടെ നിഷേധവും ഒക്കെ യഥാർത്ഥത്തിൽ യാതൊരു ന്യായീകരണവും അർഹിക്കാത്ത അവരുടെ പ്രതികരണം, ഈ ഒരു സംഗതിയെ അള്ളാഹു അഡ്രസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഈ സൂറത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അവർക്ക് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ അവരതിനെ തള്ളിക്കളയുന്നത്. അത് അവരുടെ അഹന്തയാണ് അതിനൊരു കാരണം. അതുപോലെ കാര്യങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത ഇല്ലായ്മയും ഒക്കെയാണ്. ഇത് കാരണമായിട്ടാണ് അവര് ധിക്കാരികളായി മാറുന്നതും പരിഹാസത്തിന്റെയും നിഷേധത്തിന്റെയും ഒക്കെ രീതിയിലേക്ക് പോകുന്നതും എന്നതാണ് ഈ സൂറത്ത് ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം. അതുപോലെ ഇത് നേരത്തെ ബനു ഇസ്രായേൽ സമൂഹം ഈ ദൈവികമായ ചില ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അവര് ഈ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് പോവുകയുണ്ടായതും, അതുപോലെ അവര് നന്ദികേട് കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അവർക്കിടയിൽ തന്നെ പല ഭിന്നതകളിലും കഴിഞ്ഞുകൂടുകയൊക്കെ ചെയ്തതിനെ പരാമർശിച്ചുകൊണ്ട് മക്കയിലെ ഇപ്പോ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകൾ സ്വീകരിക്കുന്ന നിലപാടിന്റെ അതിലടങ്ങിയിട്ടുള്ള ബുദ്ധിശൂന്യത എടുത്തു കാണിക്കുകയാണ് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. യഥാർത്ഥത്തില് ഇവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു സൗഭാഗ്യമാണ്. ബനു ഇസ്രായേലിന് നൽകപ്പെട്ടതുപോലെ ഉള്ള വളരെ വലിയ മഹത്തരമായ ഒരു സൗഭാഗ്യമാണ് ഇവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ മൂല്യവും വിലയും മനസ്സിലാക്കാതെയാണ് ഇവര് അതിനെ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതും നിഷേധിക്കുന്നതും ഒക്കെ. ഏത് അബദ്ധമാണോ ബനു ഇസ്രായേൽ സമൂഹം നേരത്തെ അവരുടെ ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു നിലപാടാണ് ഈ സമൂഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ദൈവിക കാരുണ്യത്തിനുള്ള അവരുടെ അർഹത അവര് ഈ നിലപാട് കൊണ്ട് നഷ്ടപ്പെടുത്തുകയാണ്. അവിവേകത്തോടു കൂടി അതിനെ തള്ളിക്കളഞ്ഞ് സ്വന്തം വിനാശവും അതുപോലെ തകർച്ചയുമാണ് അവര് ചോദിച്ചു വാങ്ങുന്നത് എന്നതാണ് ഈ സൂറത്തിൽ വെളിപ്പെടുത്തപ്പെടുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഇവര് വലിയ സൗഭാഗ്യം അവരുടെ മുന്നിൽ എത്തിയിട്ട് അത് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ കാര്യങ്ങള് മക്കയിലെ മുശ്രിക്കുകളെയും കുഫാറുകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞതിനെ തുടർന്ന് ഈ സൂറത്തിലെ സത്യവിശ്വാസികളായ ആളുകളോട് അള്ളാഹു ചില നിർദ്ദേശങ്ങളും അവർക്കുള്ള ചില നസീഹത്തും നൽകുന്നത് കാണാം. അത് അവരുടെ ഈ നിഷേധികളുടെ അവിവേകം, അവരുടെ നിഷേധം, പരിഹാസം തുടങ്ങിയ സംഗതികളെ സഹനത്തോടെയും അതുപോലെ വിട്ടുവീഴ്ചയോ മനോഭാവത്തോടെയും അതിനെ നോക്കിക്കാണാൻ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. അതുപോലെ കാര്യങ്ങളിലുള്ള പ്രയാസകരമായ തലങ്ങൾ, അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അവന്
വിടാൻ വേണ്ടിയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ പരലോകം സംബന്ധമായ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആളുകൾ വെച്ച് പുലർത്തുന്ന മൂഢധാരണകൾ അവയെ മനസ്സിലാക്കിക്കൊണ്ട് അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരാനുമാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അവര് വെച്ച് പുലർത്തിയിരുന്ന ഒരു ധാരണ യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തെ വളരെ നിർണിതമായ കാലത്തെ ജീവിതം മാത്രമാണ് എന്നതാണ് അവരുടെ ധാരണ. അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി അതാണ്. മരണം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന, അതോടെ എല്ലാം തീരുന്ന ഒരു കാര്യമാണ് എന്നതാണ് അവർ വെച്ച് പുലർത്തിയിരുന്ന ഒരു ധാരണ. അതിനുശേഷം യാതൊന്നും ഇല്ല എന്ന ഒരു എന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞ മരണത്തോടെ അവസാനിക്കുന്ന തീരുന്ന ഒരു കാര്യമാണ് എന്ന വിധത്തിലാണ് അവര് ഒരു ധാരണ വെച്ച് പുലർത്തിയിരുന്നത്. അതോടുകൂടി ആത്മാവ് നശിച്ചു പോവുകയാണ്, പിന്നെ അതിന് വേറെ ഒരു സാധ്യതയുമില്ല എന്ന വിധത്തിലാണ് അവര് അതിനെ നോക്കിക്കണ്ടിരുന്നത്. അപ്പൊ ഇക്കാര്യത്തില് ഈ സമൂഹം വെച്ച് പുലർത്തുന്ന ധാരണ വളരെ അടിസ്ഥാനരഹിതമായതാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശ്വാസികൾക്ക് സഹനം അവലംബിക്കാനും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന വിധത്തിൽ അവരോട് സംസാരിക്കാനും ഒക്കെ ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുപോലെ പുനരുത്ഥാനം എന്നത്, ഖിയാമത്ത് എന്നത് അവര് അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു സംഗതിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന ഒരു കാരണത്തിന്റെ പേരിലാണ് അവർ നിഷേധിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തില് അവര് കണ്ടില്ല എന്നതോ അനുഭവിച്ചിട്ടില്ല എന്നതോ ഒരു സംഗതി ഇല്ല എന്നതിനുള്ള തെളിവ് അല്ല എന്നൊരു കാര്യം. അതവരറിഞ്ഞിട്ടില്ല, അവരിനിയും അറിയാനിരിക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ എന്നൊരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന മറ്റൊരു കാര്യം. അതുപോലെ ഈ സുകൃതം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളും അതുപോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ഒരാളും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരാളും ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ഒരാളും മർദ്ദകനായിട്ട് ജീവിച്ച ഒരാളും മർദ്ദിതനായിട്ട് ജീവിച്ച ഒരാളും ഇവരൊക്കെ തന്നെ ഒടുവില് ഒരേ പരിണിതിയാണ് ഏറ്റുവാങ്ങുക. മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന വിധത്തിലാണെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നതും ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. മാത്രവുമല്ല മറ്റൊരു സംഗതി, പരലോക വിശ്വാസം ഇല്ലാതാവുന്നതോടുകൂടി തന്നെ മനുഷ്യന് എല്ലാ വിധത്തിലുള്ള ധർമ്മച്യുതിക്കും അതുപോലെ അധാർമികതയിലേക്ക് എടുത്തെറിയപ്പെടുന്നതിനും അത് കാരണമാവും. മനുഷ്യന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വ ബോധവും നിലനിർത്തി പോകാൻ സാധിക്കില്ല. മരണാനന്തരം ഒരു വിചാരണയുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അവിടെയാണ്. രക്ഷാശിക്ഷകൾ നിർണയിക്കപ്പെടുന്നത് മരണശേഷമാണ് എന്ന ഒരു കാര്യം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹം എന്ത് വിധത്തിലുള്ള അക്രമത്തിനും ഏത് വിധത്തിലുള്ള ധാർമ്മിക തകർച്ചക്കും അവര് മാനസികമായി പാകപ്പെടും. എല്ലാ വിധത്തിലുള്ള ചതിയും വഞ്ചനയും ഒക്കെ അവര് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റും. അതിലൊന്നും അവർക്ക് യാതൊരു സങ്കോചവും പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. അവര് ആ ഒരു നിലപാട് കാരണമായി താന്തോന്നികളായി, അക്രമികളായി, അതുപോലെ ഇരുട്ടിൽ നിന്ന് കൂടുതൽ ഇരുട്ടിലേക്ക് ചെന്ന് ചാടുന്നവരായിട്ട് മാറും എന്നതാണ് ഈ സൂറത്ത് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം. ഈ സൂറത്തിന്റെ പര്യവസാനത്തിൽ ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരു കാര്യം, മനുഷ്യരുടെ സ്വത്വപരമായ അസ്തിത്വം, അവരുടെ നിലനിൽപ്പ്, അവർ ജീവിക്കുന്നവരാണ് എന്ന ഒരു സംഗതി ഉണ്ടായത് തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സ്വത്വം അവർക്ക് ഉണ്ടായത് തന്നെ ദൈവികമായിട്ട് അവർക്ക് അങ്ങനെ ഒരു സ്വത്വം നൽകപ്പെട്ടത് കൊണ്ടാണ്. അവര് മരണമടയുന്നതും
ദൈവികമായ ഒരു നടപടിയുടെ ഭാഗമായിട്ട് മാത്രമാണ്. ഇതിനെ തുടർന്ന് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, സമ്മേളിപ്പിക്കപ്പെടുന്ന ഒരു നാള് വരാനിരിക്കുന്നു. അത് അതിന്റെ സൂചനകൾ തന്നുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ആ നാളിൽ അത് അരങ്ങേറുന്ന, അത് യാഥാർത്ഥ്യമായി പുലരുന്ന നാളിൽ അത് ബോധ്യപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അന്ന് പക്ഷെ സൂചനകൾ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്നവര് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവുക എന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു ഈ സൂറത്തിന്റെ അവസാനത്തിൽ ഉയർത്തി കാണിക്കുന്ന ഒരു സുപ്രധാനമായ കാര്യം. പരലോക നിഷേധം ആളുകളെ വലിയ ആപത്തിലാണ് ചെന്ന് ചാടിക്കുക എന്നതാണ് ഇവിടെ ഊന്നലോടുകൂടി പറയുന്ന ഒരു കാര്യം. അപ്പോ ഈ സൂറത്തിന്റെ ഉള്ളടക്കം ഞാൻ ഏകദേശം ഇവിടെ വിവരിച്ചത് വിധത്തിലുള്ള കാര്യങ്ങളാണിതിൽ. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. ഈ സൂറത്ത് 37 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണ്. 28ാമത്തെ ആയത്തിലെ ജാസിയ എന്ന പദമാണ് ഈ സൂറത്തിന്റെ പേരായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് മക്കയില് സൂറത്തു ദുഖാനൊക്കെ അവതരിച്ച ഘട്ടത്തിൽ തന്നെ അവതരിച്ചിട്ടുള്ള അതിന്റെ ആശയപരമായ ഒരു തുടർച്ച എന്ന നിലക്കുള്ള ഒരു സൂറത്താണ്. അതുപോലെ ഇതിലെ പ്രതിപാദ്യങ്ങള് ചുരുക്കി പറഞ്ഞാൽ തൗഹീദും ആഖിറത്തും സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് ഒരു തലത്തില്. അതിനെ നിഷേധിക്കുന്ന ആളുകളുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ കൈക്കൊള്ളേണ്ട നിലപാടുകളും അവർ നേരിടുന്ന പ്രതിസന്ധികളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന നിർദ്ദേശവും ഒക്കെയാണ് ഈ സൂറത്തിൽ തുടർന്ന് നൽകപ്പെടുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ അതിന്റെ പേര്, അതിന്റെ അവതരണ ഘട്ടം, അതിന്റെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുകയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.